ഫസ്റ്റ് സെമസ്റ്റർ എംകോമിൻ്റെ മാനേജ്മെൻറ്റ് തിയറി ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയറിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഓർഗനൈസേഷണൽ ബിഹേവിയർ ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഉള്ള ഒരു റിവിഷൻ ക്ലാസ് ആണിത്. ഒരുപാട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ചെയ്തിട്ടില്ല. എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഈ ക്ലാസ് കണ്ട് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വളരെ സ്മാർട്ടായിട്ട് പഠിച്ച് ടൈമിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് നിന്ന് ചോദിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്താണെന്നാണ്. അത് 2 വെയിറ്റേജിനാണ് ചോദിക്കാറ്. നമുക്ക് ഓർഗനൈസേഷണൽ ബിഹേവിയറിൻ്റെ ഒരു ഡെഫിനേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. OB ഈസ് എ പ്രോസസ് ഓഫ് ഡിസ്ക്രൈബിംഗ്, അണ്ടർസ്റ്റാൻഡിംഗ്, പ്രെഡിക്റ്റിംഗ്, കൺട്രോളിംഗ് ആൻഡ് ചേഞ്ചിങ് എംപ്ലോയി ബിഹേവിയർ ടു ഇൻക്രീസ് ഓവറോൾ പ്രൊഡക്ടിവിറ്റി ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ ക്യാരക്ടറിനെ മനസ്സിലാക്കുക, ഡിസ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ അത് പ്രെഡിക്റ്റ് ചെയ്യുക, അവരുടെ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുക, ചേഞ്ച് ചെയ്യുക തുടങ്ങിയതിനെയാണ് നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. ഇതുകൊണ്ടുള്ളൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളും പഠിച്ച് അത് വേണ്ട രീതിയിൽ ചേഞ്ച് ചെയ്താൽ ഓർഗനൈസേഷൻ്റെ ഓവറോൾ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും ഓർഗനൈസേഷന് കൂടുതൽ പ്രോഫിറ്റബിൾ ആവാനും പറ്റും എന്നാണ് പറയുന്നത്. ഇനി ഇതിനകത്ത് ചോദിച്ചു കണ്ടിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഓർഗനൈസേഷണൽ ബിഹേവിയറിൻ്റെ ഒരു ഇത് പറയുന്നുണ്ട്, നേച്ചർ ആൻഡ് സ്കോപ്പ്. 3 വെയിറ്റേജിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. 3 വെയിറ്റേജ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ 3 വെയിറ്റേജിന് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ നേച്ചർ ആൻഡ് സ്കോപ്പ് ഒക്കെ ചോദിച്ചാൽ നമ്മളിപ്പം ആദ്യം പറഞ്ഞിട്ടുള്ള എന്താണ് OB എന്ന് നിങ്ങളൊരു ചെറുതായിട്ട് ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പാരഗ്രാഫ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു പോയിന്റ്സ് എഴുതി തുടങ്ങുക. അതിൽ ഫസ്റ്റ് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ സ്കോപ്പായിട്ട് ആദ്യം പറയുന്നത് ഓർഗനൈസേഷണൽ ബിഹേവിയർ ഈസ് എ ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആണെന്നാണ് പറയുന്നത്. അതായത് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് മറ്റ് ഡിസിപ്ലിൻസും ഉണ്ട്. അത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു കാര്യമല്ല. അതിൽ സോഷ്യോളജി ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, ആന്ത്രോപോളജി ഉണ്ട്, സൈക്കോളജി ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കമ്പൈൻഡ് വേർഷനാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞത്. ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ടാണ് അവരെന്ത് പഠിക്കുന്നത്, എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ക്യാരക്ടർ പഠിക്കുന്നതെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നേച്ചർ സ്കോപ്പായിട്ട് പറയുന്നത് ആക്ഷൻ ഓറിയൻറ്റഡ് എന്നാണ്. അതായത് ഈ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയറിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്കോപ്പ് എന്ന് പറയുന്നത് അത് ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. അതായത് ഇവരിത് പ്രെഡിക്റ്റ് ചെയ്യുന്നതാണെങ്കിലും മനസ്സിലാക്കുന്നതാണെങ്കിലും എല്ലാം ചെയ്യുന്നത് ഓർഗനൈസേഷനെ കൂടുതൽ സക്സസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് പറയുന്നത് ബാലൻസ് ഹ്യൂമൻ ആൻഡ് ടെക്നിക്കൽ വാല്യൂസ്. അതായത് ഓർഗനൈസേഷണൽ ബിഹേവിയർ ട്രൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ ബിഹേവിയറും അതുപോലെ തന്നെ ടെക്നിക്കൽ വാല്യൂസ് വർക്ക് സ്പേസിൽ ഇതിനെ രണ്ടിനെയും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് എന്തൊക്കെ ബിൽഡിങ്ങും മെഷീൻസും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല, നല്ല എംപ്ലോയീസ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഓർഗനൈസേഷന് എക്സ്പെൻസ് കുറയ്ക്കാനും അതുവഴി നല്ല രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാനും പറ്റുള്ളൂ. തൊഴിലാളികളുടെ ഡിഗ്നിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഓർഗനൈസേഷന് ഗ്രോത്ത് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ രണ്ടിനും, അതായത് ഈ തൊഴിലാളികൾക്കാണെങ്കിലും ഈ ഒരു മെഷീൻ ടെക്നോളജിക്കാണെങ്കിലും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനാണ് OB ട്രൈ ചെയ്യുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ആർട്ട്. OB ഒരേ സമയം സയൻസ് ആണ് അതുപോലെ തന്നെ ആർട്ടാണെന്നും പറയുന്നുണ്ട്. കാരണം ഇത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ടാണ് ഇതിനെ ആർട്ടാണെന്ന് പറയുന്നത്. OB അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് ഇതിനെ നമ്മൾ ആർട്ടാണെന്ന് പറയുന്നു. ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള റിസർച്ചുകളും പഠനങ്ങളും ഇതിൽ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സയൻസ് ആണെന്ന് പറയുന്നത്. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്കോപ്പ് എന്ന് പറയുന്നത് അപ്ലൈഡ് സയൻസ് ആണ്. അതായത് നമ്മൾ ഇതിനകത്ത് ടെസ്റ്റ് ചെയ്യപ്പെടുന്ന എല്ലാ തിയറീസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു ആർട്ട് പോലെ ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതായത് ഒരു അപ്ലൈഡ് സയൻസ് ആണ് ആളുകളുടെ സ്വഭാവവും ക്യാരക്ടേഴ്സൊക്കെ മനസ്സിലാക്കുന്നതിന് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പാർട്ടുണ്ട്. പിന്നെ പറയുന്നത് ബിഹേവിയറൽ അപ്രോച്ച് ടു മാനേജ്മെൻറ്റ് ആണ്. ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അത് ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ സൈഡുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. കാരണം OB പഠിക്കുന്നതും അത് പ്രെഡിക്റ്റ് ചെയ്യുന്നതും എല്ലാം മനുഷ്യന്മാരെ പറ്റിയിട്ടാണ്. പിന്നെ അതൊരു കണ്ടിൻജൻസി അപ്രോച്ച് ആണെന്നാണ് പറയുന്നത്.
അതായത് ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ എന്ന രീതിക്ക് അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ്, അതായത് ഒരു സിറ്റുവേഷൻ അപ്രോച്ചാണ്. അതായത് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇതിൽ ഓരോ കാര്യങ്ങളും പോകുന്നത്. സിറ്റുവേഷൻ ആപ്റ്റ് ആയിട്ട് പെരുമാറുക, അതുപോലെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക, സിസ്റ്റമാറ്റിക് ആയിട്ട് വേരിയബിൾസ്, ഓർഗനൈസേഷനെ എഫക്റ്റ് ചെയ്യുന്ന വേരിയബിൾസിനെ മനസ്സിലാക്കിയിട്ടാണ് ഇത് മുന്നോട്ടേക്ക് പോകുന്നത്. പിന്നെന്ന് പറയുന്നത് സയൻറ്റിഫിക് മെത്തേഡാണ്. എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടി ലെവൽസ്. ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ ഒരു എംപ്ലോയിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കുന്നതും അത് പ്രെഡിക്റ്റ് ചെയ്യുന്നതും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിലൊക്കെ ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലെവൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ കൺസേൺ വിത്ത് എൻവയോൺമെൻറ്റ് ആണ്. ഒരു ഓർഗനൈസേഷനിൽ ഡിഫറെൻറ്റ് കൾച്ചറുള്ള ആളുകൾ ഉണ്ടാവും. അപ്പം എന്താ പറയുക, ഓരോ പേഴ്സൻ്റെ കൾച്ചറും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇത് കൺസേൺ വിത്ത് എൻവയോൺമെൻറ്റ് ആണ്. നോർമാറ്റീവ് സയൻസ് ആണ്. OB എന്ന് പറയുന്നത് ഒരു നോർമാറ്റീവ് സയൻസ് ആണ്. അത് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, ഒരു വിഷയത്തിൻ്റെ കാരണം മാത്രമല്ല അതിൻ്റെ എഫക്റ്റ് എന്താണ്, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ മുന്നോട്ടേക്കുള്ളത് എന്താണെന്നും കൂടെ, അതിൻ്റെ തമ്മിലുള്ളൊരു ബന്ധത്തെ കൂടെ ഓർഗനൈസേഷണൽ ബിഹേവിയർ പറയുന്നുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ സ്കോപ്പ്, നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് 3 വെയിറ്റേജിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഇത് സ്കിപ്പ് ചെയ്യരുത്. ഈ ഒരു 12-13 പോയിൻറ്റ്സ് ബൈ ഹാർട്ട് ചെയ്തേക്കുക. നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ ഇതിനകത്ത് വരുന്ന മറ്റൊരു ഏരിയ ആണ് നീഡ് ഫോർ ദ നോളജ് ഓഫ് OB. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണോ എന്ന് ചോദിച്ചാൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും നോക്കാതെ പോകണ്ട. നമുക്ക് 2 വെയിറ്റേജിനോ 3 വെയിറ്റേജിനോ വന്നാൽ നമുക്ക് ഒരിക്കലും ഇത് വിട്ട് കളയേണ്ട ആവശ്യമില്ല. കാരണം വളരെ എളുപ്പത്തിൽ നമ്മളേതായിട്ടുള്ള ഒരു ലാംഗ്വേജിൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് OB. സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ. അതായത് ഗ്രൂപ്പ് ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഒരു ഗ്രൂപ്പ് ബിഹേവിയർ ആളുകളുടെ ബിഹേവിയറിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനെ എൻവയോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ഇതിൽ പറ്റുന്നുണ്ട്. അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾ. നല്ലൊരു ഓർഗനൈസേഷണൽ ബിഹേവിയർ സ്റ്റഡി ഉണ്ടെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഗോൾസും കാര്യങ്ങളും ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും. അണ്ടർസ്റ്റാൻഡ് ദ ബിഹേവിയറൽ ഫാക്ടേഴ്സ്. അതായത് ബിഹേവിയറൽ തിയറീസ്, ഈ ഓർഗനൈസേഷണൽ ബിഹേവിയറിലുള്ള തിയറീസ് എന്താ പറയുക, മാനേജേഴ്സിന് ഈ ഒരു എംപ്ലോയീസിൻ്റെ സ്വഭാവങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാക്കാനും ഓർഗനൈസേഷനിലെ പ്രോബ്ലംസ് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും ഈസി ആയിട്ട് അത് സോൾവ് ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. പ്രോബ്ലം സോൾവിങ് അറ്റ് വർക്ക് പ്ലേസ്. ബിഹേവിയറൽ തിയറീസ് അതുപോലെ തന്നെ നമ്മളുടെ വർക്ക് പ്ലേസിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ്, പല രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും, എംപ്ലോയീസിൻ്റെ ഇടയിലുണ്ടാവാം, അല്ലാത്ത പ്രോബ്ലംസ്, ഇതൊക്കെ മനസ്സിലാക്കാനും ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. എക്സ്പാൻഡ് ദ മാനേജേഴ്സ് സ്കിൽസ്. ഈ ബിഹേവിയറൽ തിയറീസ് മാനേജേഴ്സിൻ്റെ എന്താ പറയുക സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കി പോവുക, സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓർഗനൈസേഷണൽ ബിഹേവിയർ കമ്പനീൻ്റെ പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ്, എംപ്ലോയി പെർഫോമൻസ്, എംപ്ലോയിൻ്റെ ഡിഗ്നിറ്റി, ഹൈ ക്വാളിറ്റി ലീഡർഷിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്താൽ തന്നെ ഓർഗനൈസേഷന് നല്ല എഫിഷ്യൻസി ഉണ്ടാവും. പിന്നെ എൻഹാൻസ് ഫിനാൻഷ്യൽ ഹെൽത്ത് ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എംപ്ലോയി പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നത് വഴി ഓർഗനൈസേഷനിലെ എന്താ പറയുക ഫിനാൻഷ്യൽ ഹെൽത്തും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അടുത്ത ഒരു പോർഷനാണ് എമേർജിങ് ചലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ OB. ഒരു 3 വെയിറ്റേജിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. എന്തൊക്കെയാണ് ഒരു ഓർഗനൈസേഷൻ OB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസിപ്ലിൻ അഡോപ്റ്റ് ചെയ്താൽ ആ ഓർഗനൈസേഷനുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു എമേർജിങ് ആ OBൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെയാണ് പറയാനുള്ളത്. ഫസ്റ്റ് വൺ ആണ് ഇംപ്രൂവിങ് പീപ്പിൾ സ്കിൽ. ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷനിലെ ആളുകളുടെ സ്കില്ലാണ്. എല്ലാ എംപ്ലോയീസും ഒരുപോലെ എന്തുണ്ടാവണം എന്നില്ല, സ്കില്ലുണ്ടാവണം എന്നില്ല. മാനേജീരിയൽ സ്കില്ലുകൾ ഉണ്ടാവണം, ടെക്നിക്കൽ സ്കില്ലുകൾ ഉണ്ടാവണം, ലിസണിങ് സ്കില്ലും മോട്ടിവേഷൻ സ്കില്ലും പ്ലാനിങ് സ്കില്ലും എല്ലാം എന്തുണ്ടാവണം, ഒരു എംപ്ലോയിക്ക് അല്ലെങ്കിൽ ഒരു ലീഡർക്കൊക്കെ ഉണ്ടാവണം. പ്രോബ്ലം സോൾവിങ് സ്കില്ല് വേണം, ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് വേണം. ഇങ്ങനെയുള്ള എല്ലാ സ്കില്ലുകളും ആളുകൾക്ക് ഉണ്ടാവണം എന്നില്ല. എന്നാൽ ഇതൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാം. എന്തിലൂടെ? പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്, ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, കരിയർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആളുകളുടെ കഴിവുകളെ കൂട്ടിയെടുക്കാൻ പറ്റും. അപ്പം ഇതിനൊക്കെ വേണ്ടി
വേണ്ടി OB സഹായിക്കുന്നുണ്ട്. ഓർഗനൈസേഷണൽ ബിഹേവിയറിലൂടെ നമുക്ക് ഓരോ വ്യക്തികളെയും വളരെ വ്യക്തമായിട്ട് പഠിച്ചാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, എന്തൊക്കെയാണ് അവരുടെ പോരായ്മകൾ, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിലാണ് അവർക്ക് കൂടുതൽ ട്രെയിനിങ് വേണ്ടതെന്നൊക്കെ മനസ്സിലാക്കി അത് കൊടുക്കാൻ പറ്റും. സെക്കൻഡ് എന്ന് പറയുന്നത് ഇംപ്രൂവിങ് ക്വാളിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി ആണ്. ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ പാരാമീറ്റർ തന്നെയാണ്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പം കസ്റ്റമർ അല്ലെങ്കിൽ യൂസേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് വേണം എന്നാണ്. അതായത് എക്സ്പെക്റ്റേഷൻസ് അത് ആരുടേതായിക്കോട്ടെ, ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരാൾ ഒരു പെന്ന് വാങ്ങുമ്പം ആ ആളുടെ എക്സ്പെക്റ്റേഷൻ, അതിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആയാലും ശരി മറ്റൊരാളായാലും ശരി, ഒരു പെന്ന് വാങ്ങുന്ന ഒരു കസ്റ്റമറിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്തായിരിക്കും, നല്ല രീതിക്ക് ആ പെന്ന് യൂസ് ചെയ്യാൻ പറ്റണം. എന്നാൽ ആ ഒരു പെന്ന് നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതായത് അതൊരു ഫെയിലിയർ ആണെന്ന് കരുതുക. അതായത് പ്രൊഡക്റ്റ് കസ്റ്റമറിൻ്റെ എക്സ്പെക്റ്റേഷനെ മീറ്റ് ചെയ്യുന്നില്ല, കംപ്ലൈൻറ്റ് ആണെന്ന് കരുതുക. സോ അവിടെ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് ഉണ്ടാവുന്നത്. അതുപോലെ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്, ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ, ക്വാളിറ്റി ഇൻക്രീസ് ചെയ്താൽ മാത്രമേ ഓർഗനൈസേഷന് എന്താ പറയുക സൊസൈറ്റിയിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റും കാര്യങ്ങളും കിട്ടണമെങ്കിൽ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ സ്ഥാനം വളരെ വലുതാണ്. അതിന് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്താണെന്ന് നമുക്കറിയാം, ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ ഓർഗനൈസേഷനുകളിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് TQM എന്ന് പറയുന്നത്. മാക്സിമം പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുക. ഇന്നത്തെ മാനേജേഴ്സിനൊക്കെ അറിയാം ഏറ്റവും കൂടുതൽ എഫേർട്ട് കൊടുക്കേണ്ടത് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താ പറയുക, ഈ ഒരു പ്രൊഡക്റ്റ് ക്വാളിറ്റി എന്തായാലും എംപ്ലോയർ കാരണമാണ് ഉണ്ടാവുന്നത്. എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ല രീതിക്ക് വർക്ക് ചെയ്താൽ മാത്രമേ ഓർഗനൈസേഷന് നല്ല പ്രോഫിറ്റും കിട്ടുള്ളൂ, അവരുടെ എല്ലാ കസ്റ്റമർ റിക്വയർമെൻറ്റ്സും അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ റെഗുലർ കമ്മ്യൂണിക്കേഷൻസ് വെർസസ് എംപ്ലോയീസുമായിട്ട് നിരന്തരമുള്ള കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ക്യാരക്ടർ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അറിയുന്നത് ക്വാളിറ്റി ലെവൽസ് ഇൻക്രീസ് ചെയ്യാനും ഹൈ ലെവൽ പെർഫോമൻസ് അച്ചീവ് ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ഇത് കുറച്ച് വലിയ പോയിൻ്റാണ്, നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ എഴുതിയാൽ മതി. ഞാൻ പറഞ്ഞു ഈ സബ്ജക്റ്റ് നമുക്ക് നമ്മുടെ ലാംഗ്വേജ് വെച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. പിന്നെയെന്ന് പറയുന്നത് മാനേജിങ് വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റി എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത്. വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ തമ്മിൽ ഒരുപാട് ഡൈവേഴ്സസ് ഉണ്ടാവും, അതായത് ഡിഫറൻസസ് ഉണ്ടാവും. അത് പല ബേസിലാവാം, ജെൻഡർ, റേസ്, എത്നിസിറ്റി, അങ്ങനെ പല കാര്യങ്ങളിലും എന്തുണ്ടാവും, ഡിഫറൻസ് ഉണ്ടാവും. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളാണല്ലോ വർക്ക് ചെയ്യുക. അതായത് എംപ്ലോയി ഡിഫറെൻറ്റ്, ആ ഒരു ഇങ്ങനെയുള്ളതിൻ്റെ പേരിലൊന്നും ഒരിക്കലും എംപ്ലോയീസിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. മതത്തിൻ്റെ, ജാതിൻ്റെ, ഭാഷേൻ്റെ, കളറിൻ്റെ ഒന്നിൻ്റെയും പേരിലല്ല നമ്മൾ എംപ്ലോയീസിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യേണ്ടത്. അവരെ നമ്മൾ എന്തെങ്കിലും ഒരു തരത്തിൽ വേർതിരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ പെർഫോമൻസിൻ്റെ ബേസിലായിരിക്കണം. അതിന് OB ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ റെസ്പോണ്ടിങ് ടു ഗ്ലോബലൈസേഷൻ. ഡ്യൂ ടു ഗ്ലോബലൈസേഷൻ ഓഫ് എക്കണോമി മെനി ഓർഗനൈസേഷൻ നൗ ഓപ്പറേറ്റ് മോർ ദാൻ വൺ കൺട്രി. അതായത് നമുക്കറിയാം ഗ്ലോബലൈസേഷൻ വന്നതോടെ ബിസിനസ്സുകൾക്ക് സ്വന്തം രാജ്യത്തിനപ്പുറം പുറം രാജ്യങ്ങളിലേക്കും അവസരം കിട്ടുന്ന ഒരു എന്താ പറയുക സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പം മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്തു, ഡിസ്റ്റൻസും ലൊക്കേഷനും ക്ലൈമറ്റ് കണ്ടീഷനും ഒക്കെ ഡിഫറെൻ്റ് ആണ്. സോ അവിടെ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെയാണ് എന്ത് നടക്കുന്നത്, കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലും ആളുകളെ വളരെ എന്താ പറയുക ഡിഫറെൻറ്റ് സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ രീതിയിലാണ് ഇപ്പം ബിസിനസ് നടക്കുന്നത്. ഫോറിൻ കസ്റ്റമേഴ്സും ഒക്കെ നമ്മളെ ബിസിനസ്സിലുണ്ടാവും. സോ വർക്ക് ഫോഴ്സിനെ പ്രോപ്പറായിട്ട് അവരുടെ നീഡ്സും കാര്യങ്ങളും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഹോം കൺട്രിയിലുള്ളതിലും ഡിഫറെൻ്റ് ആയിരിക്കും ചിലപ്പോൾ ഫോറിൻ കൺട്രിയിലുള്ള എംപ്ലോയീസിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളും ഒക്കെ. സോ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൺട്രോൾ എന്താവുകയാണ്, ഡിഫിക്കൽട്ടായി മാറുമ്പം നമ്മൾ OB ഓർഗനൈസേഷണൽ ബിഹേവിയർ ഇൻ്റർനാഷണലിൽ ഇൻഫ്ലുവൻസ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് അവിടെയുള്ള എംപ്ലോയീസിൻ്റെ ക്യാരക്ടറും മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എംപവറിങ് എംപ്ലോയീസ് ആണ്. അതായത് പവറും കാര്യങ്ങളും ഒക്കെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ലോവർ ലെവൽ വർക്ക് ഫോഴ്സിലേക്ക് കാര്യങ്ങൾ, അവരുടെ ഫ്രീഡം കാര്യങ്ങളൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കുക. ഇത് മാനേജേഴ്സിനെ എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യാനും എംപ്ലോയീസിനെ കൂടുതൽ വർക്കിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്ന് പറയുന്നത് സ്റ്റിമുലേറ്റിംഗ് ഇന്നോവേഷൻ ആൻഡ് ചേഞ്ചസ്. ടുഡേ സക്സസ്ഫുൾ ഓർഗനൈസേഷൻ മസ്റ്റ് ഫോസ്റ്റർ ഇന്നോവേഷൻ ആൻഡ് ബി
പ്രൊഫിഷ്യൻറ്റ് ഇൻ ആർട്ട് ഓഫ് ചേഞ്ച്. അതായത് ഇന്ന് ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും സൊസൈറ്റിയിൽ സർവൈവ് ചെയ്ത് പോകണമെങ്കിൽ അവർ വളരെ ഇന്നോവേറ്റീവ് ആയിരിക്കണം. അവർ പുതിയ പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, പുതിയ പുതിയ ചലഞ്ചുകൾ ഏറ്റെടുക്കണം, പുതിയ ഇന്നോവേഷൻസും അതുപോലെ കാലത്തിനനുസരിച്ച് അവരുടെ പ്രൊഡക്റ്റിലും ക്വാളിറ്റിയിലും ഒക്കെ അവർ മാറ്റം കൊണ്ടുവന്നാൽ മാത്രമേ അവർക്ക് ഇന്നത്തെ സൊസൈറ്റിയിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അത് OBൻ്റെ ഒരു ചലഞ്ചായിട്ടാണ് പറയുന്നത്. എംപ്ലോയീസിൻ്റെ ഇതൊക്കെ എന്താ പറയുക, അവരുടെ സെലക്ടിവിറ്റി, അവരുടെ ക്രിയേറ്റിവിറ്റി, ടോളറൻസ് എല്ലാം മാറി മാറി വരണം എന്നാണ് പറയുന്നത്. പിന്നെ എമർജൻസ് ഓഫ് ഈ ഓർഗനൈസേഷൻ, ഇതിൻ്റെ മറ്റൊരു ചലഞ്ച് ആയിട്ട് പറയുന്നത് എമർജൻസ് ഓഫ് ഈ ഓർഗനൈസേഷൻ ആണ്. ഈ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രോണിക് മോഡിൽ ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ എല്ലാ ട്രാൻസാക്ഷൻസിനെയും ഡീൽ ചെയ്യുന്നതിനാണ് നമ്മൾ കൊമേഴ്സ് അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷൻ എന്നൊക്കെ പറയുന്നത്. സോ ഈ ഒരു രീതിയിൽ വരുമ്പോഴും ഓർഗനൈസേഷണൽ ബിഹേവിയർ എല്ലാം ഇലക്ട്രോണിക്കലി ആകുമ്പോൾ നമുക്ക് ആളുകളുടെ ബിഹേവിയറിനെ പഠിക്കുക എന്ന് പറയുന്നതും ടഫായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഇംപ്രൂവിങ് എത്തിക്കൽ ബിഹേവിയർ. ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇംപ്രൂവിങ് എത്തിക്കൽ ബിഹേവിയർ. The complexity of business operates is forcing workforce face ethical dilemmas. അതായത് ഓർഗനൈസേഷൻ ബിസിനസ്സിൻ്റെ ഒരു സിറ്റുവേഷൻസ് അതിലുള്ള എംപ്ലോയീസിനെ ഫോഴ്സ് ചെയ്യുന്നുണ്ട് എത്തിക്കൽ ഡയലമാസ് ഒക്കെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് അവർക്ക് അസൈൻ ചെയ്ത ഓരോ ആക്ടിവിറ്റിയിലും എന്താണ് റൈറ്റ് എന്താണ് റോങ് എന്ന് അവർ സ്വയം മനസ്സിലാക്കണം. ഗുഡ് എത്തിക്കൽ ബിഹേവിയർ അവർ ഉണ്ടാക്കിയെടുക്കുക, റൈറ്റ് തിങ്സ് മാത്രം ചെയ്യുക. റോങ് ബിഹേവിയർ ഓർഗനൈസേഷണൽ ഇഷ്യൂസ് ഉണ്ടാക്കും. അത് മനസ്സിലാക്കാനും അത് ഒഴിവാക്കാനും ഈ ഒരു OB ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, നീഡ്, സ്കോപ്പ്. ഇത് തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. OB എന്താണ്, അതിൻ്റെ എന്താ പറയുക സ്കോപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് മെയിനായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. സോ അത് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ നോക്കുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ചാപ്റ്ററിൻ്റെ വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്ററിൻ്റെ വീഡിയോയോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ വീഡിയോ ആയിട്ട് പറയാം.